നേഴ്സിന്റെ കണ്ണീന്ന് കണ്ണീര് വന്നത് കാണണേ. ആ ഹൈന്ദവ സഹോദരിയായ ഉദയ. വീടെവിടെയാ? വളയഞ്ചിറങ്ങര. നോക്ക്, അപ്പൊ അത്രമാത്രം അലിവ് പൊതുസമൂഹത്തിലുണ്ടെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു അലിവ് കാണാത്തതുകൊണ്ടാണ് എല്ലാവരും ഒരു എന്താ പറയാ നമ്മളെല്ലാം ത്രിശങ്കൂലായിട്ട് നിൽക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവായിട്ടൊക്കെ കാണുന്നത്. പക്ഷെ ഇതൊക്കെ നടന്ന സംഭവമാണല്ലോ, നമ്മളെല്ലാം അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയതെന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും യാതനകൾ അനുഭവിച്ച ഒരു ക്രിസ്തുവിന്റെ പിൻഗാമികളല്ല ഇവരൊക്കെ? അദ്ദേഹം അനുഭവിക്കുകയും അദ്ദേഹം ചെയ്തതിന്റെ 1% പോലും ചെയ്യാൻ അദ്ദേഹത്തിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമം വരികയാണ്. ഞാനൊരു ഹിന്ദുവാണ്. എനിക്കിവിടെ വന്നിട്ടാണ് ഈസ്റ്റർ അല്ലെങ്കിൽ ദുഃഖവെള്ളി, ദുഃഖശനി, പെസഹവ്യാഴം ഇതെന്താന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വന്നിട്ടാണ്. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ക്രിസ്ത്യൻസ് തന്നെയാണ്. പക്ഷെ അവരുടെ വീട്ടിൽ അവരുടെ ഓരോ കുടുംബത്തോടൊപ്പം ഇരുന്ന് അവർ ആഘോഷിക്കേണ്ട ഈ പെസഹവ്യാഴം ആയിക്കോട്ടെ, ദുഃഖവെള്ളി ആയിക്കോട്ടെ, അവരൊക്കെ ഇവിടെ ഇരുന്ന് ഈ ഹോസ്പിറ്റലിന്റെ വെറും ഇവിടെ ഇരുന്ന് എങ്ങനെ ഇവർക്കത് ചെയ്യാൻ പറ്റുന്നത് കണ്ടോണ്ട് എങ്ങനെ മറ്റുള്ളവർ ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഒരാളെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്നതല്ല. നിങ്ങൾക്ക് സഭകളുണ്ടാവും, സഭകളുടെ ആൾക്കാരുണ്ടാവും. ഇത് എന്താണെന്ന് ഏതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ പോലെ ആവാനെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ യേശുവിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും എത്രയോ ക്രിസ്ത്യൻ സഹോദരിമാരെ ഇന്ന് അവരുടെ വീടും വീട്ടുകാരെയും വെടിഞ്ഞ് ആ പെരുവഴിയിൽ നിന്ന് അവരുടെയായ ആ ഒരു കർമ്മത്തിൽ പങ്കെടുത്തേ കണ്ടപ്പോൾ വിഷമം തോന്നി. ശരിക്കും ഇത് നെഞ്ചിൽ തൊട്ട് കരയുന്നതാണ്. ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും പങ്കെടുത്തിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ക്രിസ്ത്യൻ സഹോദരിമാരോടും എൻ്റെ കൂടെ സമരം ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ നന്ദി, വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം അവർ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് പോലും അവരുടെ കുടുംബത്തെ വിട്ട് നിന്ന് ഇവിടെ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നഴ്സുമാർ പൊട്ടന്മാരല്ല. ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. താങ്ക് യു.